ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, ക്യാരറ്റ് ഹൽവ. ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ്. വലിയ 5 അച്ച് ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയുടെ 1/4 പാലും 2/2 പാലുമാണ്. ഞാനിവിടെ 1.5 തേങ്ങയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാഷ്യൂസും 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതുമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ക്ലീൻ ആക്കി വെച്ച ക്യാരറ്റ് എല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു കുക്കറിലോട്ട് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റ് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് കുക്കാവാൻ അധികം സമയമൊന്നും എടുക്കില്ല. 5 വിസിൽ അടിച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് തേങ്ങയുടെ 2/2 പാലൊഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാനുള്ള ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പുഡിംഗ് ട്രേ ആണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഹൽവ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങയുടെ 2/2 പാലിൽ അടിച്ചു വെച്ച ക്യാരറ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയുടെ 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാല് മാറ്റി വെക്കേണ്ടതുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും കൊടുങ്ങാതെ നന്നായി തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ക്യാരറ്റും തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചേരുവകളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ചെറുതായി തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്കൊരു മിക്സ് തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലേക്ക് തേങ്ങയുടെ 1/4 പാല് മാറ്റി വെച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായി കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി അരിപ്പൊടിയും പകുതി മൈദപ്പൊടിയും ചേർക്കാം. ഞാനിവിടെ അരിപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ നന്നായി ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ ഹൽവ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് അരിപ്പൊടിയും പകുതി മൈദപ്പൊടിയും ചേർക്കണം. ഈ ഹൽവ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഏലക്ക പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ചുക്ക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ എടുക്കാതെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൽവ ടൈറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ ക്ഷമയില്ലാത്തവർക്കൊന്നും ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് നെയ്യ് ആഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒഴിച്ച് വീണ്ടും നമുക്ക് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം.
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഹൽവ ടൈറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാണ്. ഇത്രയും മതി. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി ഗ്രീസ് ചെയ്ത് വെച്ച സെർവിങ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ്, ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയമെടുത്താലും എന്താ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. താങ്ക്